ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ചെമ്പനീർ പൂവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ചെമ്പനീർ പൂവിൽ വരാനിരിക്കുന്ന ഭാഗത്തിൻ്റെ വീഡിയോ ആണ് ഞാൻ ചെയ്യുന്നത്. അങ്ങനെ നമ്മുടെ ചന്ദ്ര ആഗ്രഹിച്ച പോലെ തന്നെ സച്ചിയും രേവതിയും വലിയൊരു വഴക്കിലേക്ക്, അതായത് സച്ചി രേവതിയെ തല്ലാൻ കയ്യോങ്ങുന്നൊരു ഭാഗം വരെ എത്തുന്നൊരു എപ്പിസോഡ് നമുക്ക് വരാനിരിക്കുന്നുണ്ട് കേട്ടോ. അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു വീഡിയോ ആണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ അരുണും സച്ചിയും തമ്മിലുള്ള ശത്രുത അത് വളരെയധികം കൂടിയിരിക്കുകയാണല്ലേ. ഒരു ചെറിയൊരു പ്രശ്നത്തിൻ്റെ പേരിൽ തുടങ്ങിയിരുന്ന രണ്ടുപേരും വാശിയുടെ കാര്യത്തിൽ ഒട്ടും വിട്ടുകൊടുക്കാത്തതുകൊണ്ട് തന്നെയും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെയും കുറ്റപ്പെടുത്താനാണ് കിട്ടുന്ന ഓരോ അവസരവും നല്ല രീതിയിൽ തന്നെ പ്രയോജനപ്പെടുത്തുന്നുണ്ടല്ലേ. എന്നാൽ ഇതിനിടയിൽ തന്നെ നമ്മുടെ സച്ചിയോട് വലിയൊരു ചതി തന്നെ അരുൺ ചെയ്യുന്നുണ്ടല്ലേ. സച്ചി ചെയ്യാത്ത കൂട്ടത്തിൽ തന്നെ മനഃപൂർവ്വം സച്ചിയെ ജയിലിലടയ്ക്കാനായിട്ട് ശ്രമിക്കുകയും സച്ചിയുടെ ലൈസൻസ് ഒക്കെ കട്ടാക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. അതൊരു വഴക്കിൻ്റെ പേരിലാണെങ്കിലും അത് വലിയൊരു ചതി തന്നെയാണ്. അത് ഒരിക്കലും സച്ചിക്ക് പൊറുക്കാനാവുന്ന ഒരു കാര്യമല്ല. ബാക്കിയെല്ലാ പ്രശ്നങ്ങളെന്ന് പറഞ്ഞാൽ രണ്ടുപേരുടെയും ഒരു സ്വാർത്ഥതയും വാശിയും കൊണ്ട് സംഭവിച്ച കാര്യങ്ങളാണെങ്കിലും ഇത് മാത്രം അത്ര ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. എന്നാൽ സച്ചി എപ്പോഴും പറയുന്ന പോലെ സത്യം മാത്രമേ വിജയിക്കുകയുള്ളൂ എന്ന് പറഞ്ഞ പോലെ ആ ഒരു സമയത്ത് സച്ചിയുടെ നിരപരാധിത്യം കൃത്യമായി തന്നെ തെളിയുകയും സച്ചിയുടെ ലൈസൻസ് കട്ടാക്കുക എന്നുള്ള തീരുമാനമെല്ലാം തന്നെ മാറ്റുകയും മാത്രമല്ല, അരുണായിട്ട് 8ന്റെ പണിയും കിട്ടുന്നുണ്ട്. അരുണ് ഒരു മാസത്തേക്കായിട്ട് സസ്പെൻഷൻ ഓർഡറും കൂടി SI അങ്ങ് അടിച്ചു കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതും കൂടെ ആകുമ്പോഴത്തേക്ക് സച്ചിയോടുള്ള ദേഷ്യം അരുണ് കൂടി വരികയാണ്. എങ്ങനെയെങ്കിലും സച്ചിയെ ഇല്ലാതാക്കണം, സച്ചി തറ പറ്റിക്കണം എന്നുള്ളൊരു മൈൻഡോടുകൂടി തന്നെ ഇരിക്കുകയാണ് അരുൺ. ആ ഒരു സമയത്താണ് ദേവു വന്നിട്ട് പറയുന്നത്, അരുണേട്ട എന്തായാലും ഈ ഒരു കാര്യത്തൊക്കെ വിട്ട് ഇനിയിപ്പോൾ ആലോചിക്കുമെന്നും വേണം, എന്തായാലും സംഭവിച്ചു, നമുക്ക് നമ്മുടെ മുന്നോട്ടുള്ള ജീവിതത്തെക്കുറിച്ച് ചിന്തിക്കാം. ഞാനെന്തായാലും വീട്ടുകാരായിട്ട് നമ്മുടെ വിവാഹകാര്യത്തെക്കുറിച്ച് പറയാൻ പോവുകയാണെന്ന് പറയുമ്പോഴത്തേക്കും അരുണ് ചെറിയൊരു സമാധാനമാണ്. കാരണം എന്നേക്കുമായിട്ട് താൻ സ്നേഹിക്കുന്ന തൻ്റെ പ്രിയപ്പെട്ടവൾ ഇനി എനിക്ക് സ്വന്തമാകാൻ പോകുന്നല്ല, വീട്ടുകാരുടെ സമ്മതത്തോടു കൂടി മാത്രമേ കല്യാണം നടത്തുകയുള്ളൂ എന്ന് ദേവു പറഞ്ഞു. അതുകൊണ്ട് എൻ്റെ വീട്ടുകാരോട് പറഞ്ഞ് തീർച്ചയായിട്ടും താൻ ഒരു ഉദ്യോഗസ്ഥനായതുകൊണ്ട് തന്നെ വീട്ടുകാർ സമ്മതിക്കും എന്നുള്ളൊരു സന്തോഷം എല്ലാം തന്നെ അരുണിൻ്റെ മുഖത്ത് ആ ഒരു സമയത്ത് കാണാൻ സാധിക്കട്ടെ. എന്നാൽ പ്രതീക്ഷിക്കാൻ പോകുന്നത് മറ്റൊന്നാണ്, നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അരുണെ കാണുന്ന നിമിഷം തന്നെ സച്ചിക്ക് ദേഷ്യം അടക്കാനാവാതെ സച്ചി തിരികെ പോകുന്നുണ്ട്. ആ ഒരു സമയത്താണ് രേവതി പറയുന്നതിൻ്റെ സച്ചിനെ ജയിലടയ്ക്കാനും അതുപോലെ ലൈസൻസ് കട്ടാക്കാനും ശ്രമിച്ച പോലീസുകാരനാണ് ഇത്, അയാളെ തന്നെയാണ് നീ പ്രണയിക്കുന്നതെന്ന് അറിയുന്ന സമയത്താണ് ദേവു സത്യങ്ങളെല്ലാം തന്നെ അറിയുന്നത്. അതേ രീതിയിൽ തന്നെ ദേവുവിനോടായിട്ട് അരുണും പറയുന്നുണ്ട്, എൻ്റെ ഏറ്റവും വലിയ ശത്രു നിന്നോട് ഞാൻ പറഞ്ഞില്ല എനിക്ക് സസ്പെൻഷൻ ഓർഡർ മേടിച്ചെന്ന ഒരാളെ പറ്റി, അത് ഇയാളാണെന്നൊക്കെ പറയുമ്പോഴാണ് ദേവുവിനും അത് ഭയങ്കര ഷോക്കാവണം. അങ്ങനെ ഇവരുടെ വിവാഹക്കാര്യം അവിടെ വെച്ചങ്ങ് സച്ചി ഒരിക്കലും സമ്മതിക്കുകയില്ല, ഈ ഒരു വിവാഹത്തിന് താനായിട്ട് മുൻപന്തിയിൽ നിന്നൊന്നും ചെയ്യുകയില്ല എന്നൊരു തീരുമാനം എടുക്കുകയാണ്. എന്നാൽ ദേവുവിൻ്റെ മനസ്സറിയാവുന്നതുകൊണ്ട് തന്നെ രേവതി സച്ചിയുടെ അടുത്ത് എന്നതിന് ശേഷം കാര്യങ്ങളെല്ലാം പറഞ്ഞ് മനസ്സിലാക്കി ദേവുവിൻ്റെ സന്തോഷമല്ലേ നമുക്ക് വലുത്, ദേവുവിന് അയാളെയാണ് കല്യാണം കഴിക്കാൻ താല്പര്യമെങ്കിൽ കഴിച്ചോട്ടെ എന്ന രീതിക്ക് രേവതി സംസാരിക്കുമ്പോഴത്തേക്ക് സച്ചി ആദ്യമൊക്കെ മയത്തിൽ സംസാരിക്കുമെങ്കിലും എത്ര പറഞ്ഞിട്ട് രേവതി ഇതേ ഒരു തീരുമാനം പറയുന്നത് കേൾക്കുമ്പോൾ സച്ചിക്ക് ദേഷ്യം അടക്കാനാവാതെ സച്ചി രേവതിയെ വഴക്കു പറയുക മാത്രമല്ല തല്ലാനായിട്ട് കൈ ഓങ്ങുകയും ചെയ്തു കേട്ടോ. എന്തായാലും ചന്ദ്ര ഉദ്ദേശിച്ച രീതിയിൽ തന്നെ ദേവുവിൻ്റെ അരുണിൻ്റെ പ്രണയത്തിന്റെ പേരിൽ തന്നെ ഇരുവരുടെ ഇടയ്ക്ക് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ പോകുന്നുണ്ട്. അപ്പൊ ഇങ്ങനൊരു ഭാഗം നമ്മൾ കാത്തിരിക്കുന്നുണ്ട്. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും കൂടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.